ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് രാസലഹരിയും. ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കിയാണ് MDMA കടത്താൻ ശ്രമിച്ചത്. 3 സ്ത്രീകൾ പിടിയിലായിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. അതിനു മുമ്പ് ഈ ഒരു റിപ്പോർട്ട് കാണാം, അതിനുശേഷം വിപിനിലേക്ക് വരാം. ഇന്നലെ രാത്രി കോലാലംപൂരിൽ നിന്ന് കരിപ്പൂരിൽ വന്നിറങ്ങിയ 3 സ്ത്രീകളിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയും പിടികൂടിയത്. 40 കോടിയോളം വില വരുന്ന 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലാന്റിൽ നിന്നുള്ള ചോക്ലേറ്റിലും ക്രീം ബിസ്ക്കറ്റിലുമായി കലർത്തി രാസലഹരി ഇങ്ങനെയാണ് കടത്താൻ ശ്രമിച്ചത്. ചെന്നൈ സ്വദേശി റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശി കവിത, തൃശൂർ സ്വദേശി സിമി ഇവരെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ ചേർന്ന് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരുന്നു. കസ്റ്റംസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബാങ്കോങ്ങിൽ നിന്നാണ് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നത്. തുടർച്ചയായ 2ാമത്തെ ദിവസമാണ് കരിപ്പൂരിൽ വൻതോതിൽ ലഹരിവേട്ട എന്നത് ഗൗരവം കൂട്ടുന്നതാണ്. വിപിൻ സി വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. വിപിൻ, ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ തുടർച്ചയായി 2 ദിവസങ്ങളിൽ രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ പിടിക്കുന്നു. ഒരേ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എവിടേക്ക് വരുന്നു, എവിടുന്ന് വരുന്നു എന്നതുകൂടി കണ്ടെത്തേണ്ടതുണ്ടല്ലോ, അല്ലേ? അതെ വിജയകുമാർ, ഇത് ബാങ്കോങ്ങിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ് ഒഴുകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെയും ഇന്നും വന്നതിന്റെ സ്ഥലം എന്ന് പറയുന്നത് അത് ബാങ്കോങ് ആണ്. ഇന്നിപ്പോൾ കോലാലംപൂർ വിമാനത്താവളം വഴിയാണ് കേരളത്തിലേക്ക് കരിപ്പൂരിലേക്ക് 3 സ്ത്രീകൾ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയത്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല, അതിൽ രാസലഹരി ഉണ്ടായിരുന്നു. തായ്ലാന്റിൽ മാത്രമുള്ള ഏകദേശം 25 കിലോ വരുന്ന ചോക്ലേറ്റിലും അതുപോലെ തന്നെ ക്രീം ബിസ്ക്കറ്റുകളിലുമായിട്ടായിരുന്നു MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കടത്താൻ ശ്രമിച്ചത്. എയർ കസ്റ്റംസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ പരിശോധന. ഇപ്പോഴും അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ വിതരണം ചെയ്യാനുള്ള ലഹരി എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. കൂടുതലായിട്ടുള്ള പരിശോധന എയർ ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ചായിരുന്നു പോലീസിന്റെ വേട്ട എന്നുണ്ടെങ്കിൽ ഇന്ന് അകത്തു തന്നെ ഏകദേശം 40 കോടിയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കരിപ്പൂർ വിമാനത്താവളം ലക്ഷ്യം വെച്ച്, കേരളം ലക്ഷ്യം വെച്ച് പുറത്തു നിന്ന് വലിയ തോതിൽ ലഹരി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഗൗരവം കൂട്ടുന്ന ഒരു കാര്യമുള്ളത്. വിജയകുമാർ, യെസ്, ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കിയാണ് MDMA കടത്താൻ ശ്രമിച്ചത്. 3 സ്ത്രീകളെ പിടികൂടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുകയാണ് കസ്റ്റംസ്.